ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ ഇല്ലിക്കൽ കല്ല് എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനാക്കി കണ്ടു നോക്കൂട്ടോ. ഉയർന്ന പ്രദേശമായത് കൊണ്ട് തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രവേശന കവാടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ പ്രവേശന പാസ് മൂലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 60 രൂപയാട്ടോ ജീപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജീപ്പ്. ഈ ജീപ്പിൽ വേണം നമുക്ക് മുകളിലോട്ട് എത്താൻ. അപ്പോൾ ഈ ഒരു ജീപ്പിന് നമുക്ക് സ്ഥലമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത വണ്ടിക്ക് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അടുത്ത വണ്ടിയിൽ കയറി മുകളിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ പക്ക ഓഫ് റോഡ് കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല ധാർ ചെയ്ത നല്ല റോഡ് തന്നെയാണ്. അങ്ങനെ റോഡ് വല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കണ്ടില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടെടുക്കുന്നുണ്ട്. ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. നല്ല റോഡ്. പിന്നെ അത്യാവശ്യം ടോപ്പിലേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോൾ റോഡ് ഈ ധാറിട്ട ഈ ഭാഗം ഒഴിവായിട്ട് നമ്മൾ മറ്റേ ഇൻ്റർലോക്ക് ഇട്ട ഭാഗം കേട്ടോ കണ്ടത് അതിൻ്റെ ടോപ്പിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നടന്ന് കയറണം മലേൻ്റെ മേലോട്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന കാഴ്ചകളാട്ടോ അതൊക്കെ നമ്മളെ ചങ്കാളാണ്. ഈ എവിടെ കണ്ടുള്ളോ? അഞ്ജനേഷ് മോഹനല്ലേ? അറിയോ? ആ, താങ്കളുടെ വീഡിയോസ് കാണാറുണ്ട്. താങ്കളുടെ ഫാനാട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മളെ ക്യാമറമാൻ, ഇത് നമ്മളെ ആർമി ഉദ്യോഗസ്ഥൻ. അപ്പോൾ ദൂരെ കാണുന്ന ആ ഒരു മലയുടെ ടോപ്പിലേക്കാട്ടോ നമുക്ക് എത്തേണ്ടത്. അപ്പോൾ അത്യാവശ്യം നടന്ന് കയറേണ്ടതുണ്ട്. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ വാട്ടർ ബോട്ടിലൊക്കെ കൊടുന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ എവിടെയും വലിച്ചെറിയാതിരിക്കുക. അവിടെ വേസ്റ്റ് ബോക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മാത്രം ഇടുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്ന് കയറിയപ്പോൾ കണ്ട ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് ഇതിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങ് കാണുന്നതാണ് അതിൻ്റെ ടോപ്പ് ഏരിയ. സോ അവിടേക്ക് നടന്ന് കയറേണ്ടതുണ്ട്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് നിന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു ഫോട്ടോഗ്രാഫീസിൻ്റെ ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാട്ടോ ഇടുക്കിയിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കയറിയതിൻ്റെ ശേഷം അടിക്കുള്ള വ്യൂ നോക്കിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ കയറി പോകുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ കയറാൻ. എങ്ങനെയുണ്ട്? മേലെ പോയാ എങ്ങനെയുണ്ട് അവിടെ വ്യൂ? അഞ്ജനേഷ്, ഈ ഒരു കാറ്റ് ഫുള്ള് ഈ ഓടോ? നമ്മുടെ അഞ്ജനേഷ് ഓടി കയറിയിട്ടുണ്ട് കേട്ടോ. സോ അതിൻ്റെ വീഡിയോകൾ ഇപ്പം മിസ്സായിപ്പോയി. അപ്പോൾ ആളിവിടെ എത്തിയിട്ടുണ്ട്, ടോപ്പിലെത്തിയിട്ടുണ്ട്, ഓടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ നടന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക, കണ്ണിന് കുളിർമയേക്കുന്ന നല്ല കാഴ്ചയായിട്ടോ ഇവിടെ കാണാൻ കഴിയാം. ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം രസകരമായി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ നല്ല മഞ്ഞും കോടയൊക്കെ മൂടുന്ന ഒരു നല്ലൊരു പ്ലേസാണ്. സോ ഞങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ക്ലൈമറ്റ് ഞങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വേറെ വൈബായിരുന്നു. എല്ലാവരും നടന്ന് കയറി ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവിടെ. അപ്പോൾ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ പോസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുക്കിയിൽ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് തന്നെയാണ്. എന്നാൽ കണ്ണിന് കുളിർമയൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയാം. അപ്പോൾ ഞങ്ങൾ വന്ന ടൈം കുറച്ച് വെയിലായി പോയെന്നുള്ളൂ. നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ നടന്ന് കയറിയ വഴിയാട്ടോ. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ചിട്ടാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ നമ്മുടെ അഞ്ജനേഷ് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക്കാണ്. എന്താ പറയുക, നല്ല എന്താ പറയുക
സിമ്പിളായിട്ട് കയറി പോരാന്നൊന്നും വിചാരിക്കണ്ട. അത്യാവശ്യം കുത്തിയൊക്കെ പിടിച്ച് കയറേണ്ടി വരും. അതിന് കമ്പി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ അഞ്ജനേഷ് അടിയിലേക്ക് ഇറങ്ങുക കേട്ടോ. ആ കമ്പിമ പിടിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ച കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറപ്പ് അതെ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്ലേസിലേക്ക് പോയവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.